അഡ്വക്കേറ്റ് അനിൽകുമാർ, നിങ്ങളിതാ ഹിന്ദു മഹാസഭയുടെ പിന്തുണയൊക്കെ നിലമ്പൂരിൽ വാങ്ങി എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രചാരണം. ഒപ്പം മുൻപ് ഏതോ ഘട്ടത്തിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടും ജമാഅത്തെ ഇസ്ലാമിയെ പിണറായി വിജയൻ അടക്കം സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് വസന്ത് പറയുന്നു. ഞാനിവിടെ ആദ്യം പറഞ്ഞൊരു കാര്യം, അന്തരിച്ചുപോയ കോൺഗ്രസ് നേതാവ് ഇവിടെ മത്സരിച്ചിരുന്ന വി പ്രകാശിൻ്റെ കൈതട്ടി മാറ്റിയത് ശരിയായോ? അങ്ങനെ കൈതട്ടി മാറ്റിയ UDF സ്ഥാനാർത്ഥിയുടെ നടപടി തെറ്റിപ്പോയി എന്ന് പറയാൻ തയ്യാറുണ്ടോ UDF? അതിന് മാപ്പ് പറയാൻ തയ്യാറുണ്ടോ UDF സ്ഥാനാർത്ഥി? ഇത് പ്രധാനപ്പെട്ടൊരു ചോദ്യമല്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട UDF സ്ഥാനാർത്ഥി കയറി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈതട്ടി മാറ്റുന്നു. ബഹുമാനപ്പെട്ട വസന്തിൻ്റെ അതില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് അയച്ചു തരാം. പ്രകാശൻ ഞാനില്ലേ അയച്ചു തരാം, നിങ്ങൾ കണ്ടു. അങ്ങനെ പെരുമാറിയ ഒരാൾ ഇത്തവണ മത്സരിക്കുമ്പോൾ, അല്ല പ്രകാശിൻ്റെ കുടുംബാംഗങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ സമാധാനമാകുമോ? ആരാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി? എത്ര തെറ്റായ നിലയ്ക്കാണ് സഹപ്രവർത്തകനോട് അദ്ദേഹം പെരുമാറുന്നത്? ആ പെരുമാറ്റത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടല്ലേ ആ മനുഷ്യൻ ഇന്നില്ലാതെയായി പോയത്? ഇത് ഈ നാട്ടിലെ മനുഷ്യർ ചിന്തിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, കൈതട്ട് മാറ്റിയ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് നിഷേധിക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കത് കാണിക്കാം. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ 2016 LDF സർക്കാർ വന്ന ശേഷം ഗെയിൽ പൈപ്പ് ലൈൻ, ദേശീയപാത വികസനം, ഈ പദ്ധതികൾ തടസ്സപ്പെടുത്തിയതിനെതിരായി കേരള സർക്കാർ കൃത്യമായ നിലപാട് സ്വീകരിച്ചു. എന്തായിരുന്നു കേരളത്തിൻ്റെ വികസന പദ്ധതികളോട് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്? അന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു, ഈ ജമാഅത്തെ ഇസ്ലാമിയും SDP അടക്കമുള്ള ഇവരെ മറികടന്നുകൊണ്ട് പിണറായി വിജയന് ഇത് നടപ്പാക്കാൻ സാധിച്ചാൽ ഇരട്ടച്ചങ്കുണ്ടെന്ന് പറയാം. അപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്നയാൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലെങ്കിൽ SDP രാഷ്ട്രീയത്തെ പിൻപറ്റുന്നയാളല്ല. അവരോട് ഏറ്റുമുട്ടി ഇത് നടപ്പാക്കുന്ന മുഖ്യമന്ത്രിയായിട്ടാണ് ജനം കാണുന്നത്. ഗെയിൽ പൈപ്പ് ലൈൻ വന്നപ്പോൾ എന്തെല്ലാം പറഞ്ഞു? ചങ്കുവെട്ടിയിൽ വന്നിട്ട് പറഞ്ഞു, ഇതിനിപ്പറേ ഈ ചങ്കുവെട്ടിക്ക് ഇപ്പറേ ഈ വര വരയ്ക്കത്തില്ല, ഞങ്ങൾ വരച്ചിരിക്കുക എന്ന് പറഞ്ഞു. മാറാട് കൊണ്ട് RSS വര വരച്ച പോലെ ജമാഅത്തെ ഇസ്ലാമി ഗെയിൽ പൈപ്പ് ലൈനിൽ വര വരച്ചില്ലേ? SDP വര വരച്ചില്ലേ? ഇത് മലപ്പുറത്ത് കയറൂല എന്ന് പറഞ്ഞില്ലേ? കുഞ്ഞാലിക്കുട്ടി പറഞ്ഞില്ലേ? എന്തായി അവസ്ഥ? ഞങ്ങൾ ഇതിനെ എതിർത്തിട്ടാണ്, ഇതിനോട് ഏറ്റുമുട്ടിയിട്ടാണ് LDF ഗവൺമെൻറ് 9 കൊല്ലമായിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഏറ്റുമുട്ടുന്ന ഞങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന് പറയണത് എന്തൊരു കെട്ടുകഥയാണ്. രണ്ടാമത്, ഇപ്പോൾ UDF നേതാക്കന്മാരിൽ വ്യാജന്മാരുടെ പരിപാടി നമുക്കറിയാമല്ലോ. എന്തെല്ലാം വ്യാജത്തരമാണ്. പകൽ പറയുകയാണ് അൻവറിൻ്റെ മുന്നിൽ വാതിലടച്ചു, എന്നിട്ട് രാത്രി തല മുണ്ടിട്ടുകൊണ്ട് പാൻറ് ഇട്ട് പോകുന്ന നമ്മൾ കണ്ടിട്ടില്ലേ? ഇതാണ് UDF. അവർ കാവി ഉടുത്തൊരാളെ ഇറക്കി, കാവി ഉടുത്തൊരാളെ രംഗത്തിറക്കി, എന്നിട്ട് പറഞ്ഞു ഹിന്ദു മഹാസഭയാ തുടങ്ങി. നമ്മളെന്താ ചെയ്യാൻ പറ്റും? എവിടുന്നാ വന്നൊരു പോഴൻ, അയാൾ പത്രസമ്മേളനം നടത്തി. ഇപ്പോൾ വിജയരാഘ സഖാവ് പറയുന്നു ഇലക്ഷൻ ഓഫീസിലേക്ക് ഒരുത്തൻ കയറി വരുന്നു. കയറി വന്ന ഉടനെ നമ്മളെന്താ പറയുക, നിന്നെ ആട്ടി ഓടിക്കുന്നുണ്ടോ? അയാളിവിടെ വന്നിട്ട് നേതാക്കന്മാരുടെ അടുത്തൊരു പടം എടുത്തിട്ട് പോയൊരു സന്യാസി കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ പത്രസമ്മേളനത്തിൽ വന്നിട്ട് പറഞ്ഞു ഇത് ഹിന്ദു മഹാസഭയാണ്. അതുകൊണ്ടാണ് ലാൽകുമാർ ചോദിച്ചത്, എവിടുന്ന് വന്നു ഇയാളുടെ പിന്തുണ ഞങ്ങൾ തേടിയിട്ടുണ്ടോ? ഈ പറയുന്ന സംഭവം എന്ന് പറയുന്നത്, ഹിന്ദു മഹാസഭ എന്ന് പറയുന്നത് ഗോഡ്സയുടെ സാധനമാണോ? അവർ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നടത്തി ഒരു പരിപാടി പറയൂ, അതിനെ സാധൂകരിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? സഖാവ് ഗോവിന്ദൻ മാഷ് പറയുകയാണ്, ആ ഹിന്ദു മഹാസഭ പണ്ടത്തെ പോലെയല്ല കേട്ടോ. സന്ദീപ് വാര്യർ പറഞ്ഞ പോലെ ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നു, അങ്ങനെയാണല്ലോ സന്ദീപ് വാര്യർ പറയുന്നത്. അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ ആളല്ല ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാസ്റ്റർ. അപ്പോൾ ഹിന്ദു മഹാസഭയെ വ്യാജന്മാർ ഇറക്കിയതാണ്. നിങ്ങളുടെ കൂടെ വ്യാജന്മാർ ധാരാളം ഉണ്ടല്ലോ. ഏതോ ഒരാളെ കാവി ഉടുപ്പിച്ചുകൊണ്ട് ഇറക്കി. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. എന്താണ് ജമാഅത്തെ ഇസ്ലാമിയോട് ഞങ്ങളുടെ നിലപാട്? ഇവിടെ ലാൽകുമാർ പറഞ്ഞ പോലെ പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ നിലപാട് ഞങ്ങൾ മാറ്റിയിട്ടില്ല, ഇന്നും മാറ്റിയിട്ടില്ല. കേരളത്തിലെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി CPMുമായി ഏതെങ്കിലും സീറ്റിനകത്ത് രാഷ്ട്രീയ സഖ്യമുണ്ടോ? ഞങ്ങൾ അവർക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ കോലീബി സഖ്യം ഉണ്ടാക്കിയവരുടെ കോലീബി ജനാധിപത്യ ഈ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് CPMനുണ്ടോ? അപ്പോൾ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ, ഉദാഹരണമായിട്ട് ബാബർ മസ്ജിദ് തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞപ്പോൾ നാണം കെട്ട കോൺഗ്രസ് അതിന് അധ്യക്ഷത വഹിച്ചു.
അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിൻ്റെ കൂടെ നിന്നിട്ട് ഒരു ഗതിയില്ല. ന്യൂനപക്ഷങ്ങളെ ഉമാർ സംരക്ഷിക്കില്ല. ഭാവിയിലെങ്ങാനും സംരക്ഷിച്ചു കൊള്ളാമെന്നൊരു വാക്ക് തന്നാൽ ഞങ്ങൾ മുസ്ലിം ലീഗ് ചെയ്യുന്ന പോലെ പെരുമാറിക്കൊള്ളാം, പക്ഷെ കോൺഗ്രസ് രക്ഷയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഗതി കെട്ടിട്ട് കോൺഗ്രസിനെതിരായി നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രത്തോളം അത് നല്ലതാണെന്ന് ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തൊരു കാര്യമല്ല. യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? വി.ഡി. സതീശനോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ പറയുന്നു മതരാഷ്ട്രവാദം ഒഴിവാക്കി ജമാഅത്തെ ഇസ്ലാമി. അങ്ങനാണെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ അംഗമാകാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് യോഗ്യതയുണ്ടോ എന്ന്, അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിക്ക് യോഗ്യതയുണ്ടോ എന്ന് വി.ഡി. സതീശൻ നാളെ പറയും മലപ്പുറത്ത്. ഇന്ത്യ മുന്നണിക്കകത്ത് മറ്റ് കക്ഷികൾക്ക് അംഗീകരിക്കാവുന്ന ഒരു പാർട്ടിയാണോ ജമാഅത്തെ ഇസ്ലാമി? അല്ലെങ്കിൽ ഈ പറയുന്ന വെൽഫെയർ പാർട്ടി? പറയേണ്ടത് ആരാണ്? വി.ഡി. സതീശൻ പറഞ്ഞോട്ടെ, നാളെ മലപ്പുറത്ത് പറഞ്ഞോട്ടെ, നമുക്ക് കാണാം. അപ്പോൾ നാക്കില്ലാത്തവർക്ക് നാക്കുണ്ടാകും. മുഖ്യമന്ത്രി ഇത് ചൂണ്ടിക്കാണിച്ചല്ലോ. എന്തുകൊണ്ട് പാണക്കാട് തങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ UDF സ്ഥാനാർത്ഥിക്ക് അവർ ആത്മീയ വ്യാപാരികളാണ്. പിണറായി വിജയൻ റെയ്ഡ് ചെയ്തിട്ടില്ല എന്ന പിണറായി വിജയനെ കുറിച്ചുള്ള പരാതി. തങ്ങളുടെ കുടുംബത്തിൽ കയറി പിണറായി വിജയന്റെ പോലീസ് റെയ്ഡ് ചെയ്തിട്ടില്ല. ആത്മീയ വ്യാപാരി എന്നാണ് UDF മലപ്പുറത്തെ ഈ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി പറയുന്നത്. ആ തങ്ങൾ കുടുംബം കൃത്യമായും മാധ്യമത്തിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും മാധ്യമത്തിൻ്റെയും മീഡിയ വണ്ണിൻ്റെയും ഉദ്ഘാടന പരിപാടികളിൽ നിന്ന് മനഃപൂർവ്വം വിട്ടുനിന്നത് കൃത്യമായ നിലപാടാണ്. ആ നിലപാടിൽ നിന്ന് മുസ്ലിം ലീഗ് മാറിയിട്ടില്ല. മാറിയിട്ടുണ്ടെന്ന് തെളിയിക്കാൻ വി.ഡി. സതീശനെ വീണ്ടും 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 വെല്ലുവിളിക്കുന്നു.